കഴിഞ്ഞ മാസം ഇതുവരെ ഒരെണ്ണം കൊണ്ട് കൊടുത്തതാണ്. അന്ന് എന്നോട് പറഞ്ഞതേ 2 ആഴ്ച കഴിഞ്ഞു. ഞാനിടയ്ക്ക് പാലോട് സാറിനെ ഒന്ന് കാണണം, ഡയറക്റ്റായിട്ട് കണ്ടാൽ മതി. അകത്തേക്ക് പോയിക്കോളൂ. വനിതാ എസ് നായർ അല്ലേ? അതെ. നായര് മാത്രമല്ല സാറേ, അമ്മ ക്രിസ്ത്യാനിയാ. അല്ല, അതറിയാം. അതുകൊണ്ടാണല്ലോ പാലോട സാറിന് ഇക്കാര്യത്തിൽ ഇത്രയും വലിയ താല്പര്യം. എന്നാ പിന്നെ അകത്തേക്ക് എന്നാട്ടെ. സാറിന് ഉടനെ വെളിയിൽ പോകണമെന്നാ പറയുന്നത്. ആപ്ലിക്കന്റ് മാത്രം പോയാ മതി. ഇതാരാ? എന്റെ ബ്രദറാ. ആ, താൻ എവിടെ ഇരിക്കും. ആ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ. അല്ല, ഞാൻ കൂടെ പോവാം. അതിനെന്താ? ഡോഡോ, തനിക്കാണോ ജോലി വേണ്ടത് അതോ ഈ കുട്ടിക്കാണോ? ആ, ജോലി അവക്ക് തന്നെ. ആ, എന്നാ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ. താൻ എവിടെ ഇരിക്കും. മോഹന, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. സാർ, ഓ, ഗ്രാജുവേറ്റ് ആണല്ലേ? അതെ. റെസിറ്റേഷൻ പാടുവോ? ഞാൻ തന്നെ എഴുതിയ വരികളാ. ഓഹോ, അപ്പൊ കവിത എഴുതും. കൊള്ളാം. ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി ആലോചിക്കുകയായിരുന്നു. ബികോം ഫസ്റ്റ് ക്ലാസ്, കവിത എഴുതും, ചെറുപ്രായം. പറഞ്ഞിട്ടെന്ത് കാര്യം? ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ക്ലർക്കിന്റെ പണി കിട്ടണമെങ്കിൽ റെക്കമെൻഡേഷൻ വേണം. ഞാൻ തന്നെ കുറ്റം പറഞ്ഞതല്ല. ഏതായാലും ഇങ്ങോട്ട് വന്നത് നന്നായി. ഫസ്റ്റ് ക്ലാസ്സുകാരൻ പുറത്ത് നിൽക്കുമ്പോ തേർഡ് ക്ലാസ്സുകാരൻ ജോലിയും കൊണ്ട് പോകുന്ന കാലമല്ലേ. നാളെ അല്ലേ ഇന്റർവ്യൂ? ഒന്ന് ഞാൻ തല കാണിച്ചേര്. ജോലി കിട്ടി. ഞാനല്ലേ പറയുന്നത്. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടുന്നത് വരെ താങ്ക് യു സാർ, നമസ്കാരം സാർ. ഏയ്, ഞാൻ കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്. പറയോ? ഇല്ല സാർ, ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ആ, എനിക്ക് കാശും പണമൊന്നും വേണ്ട. ആരെങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ, നന്ദി സ്നേഹവും മതി. കുട്ടി ഒരു കലാകാരിയല്ലേ, സഹകരിക്കുന്നതിൽ വിഷമൊന്നുമില്ലല്ലോ. വേണ്ട, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഇയാളെ പറ്റി ഇങ്ങനെയൊന്നുമല്ല ഞാൻ കേട്ടിരുന്നത്. പിറ്റേന്ന് അയാളുടെ ആരോ വീട്ടിൽ വന്നു. അയാൾ അങ്ങനെ പെരുമാറിയ വിവരം പുറത്തു പറഞ്ഞാൽ എന്നെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ആരോടും പറഞ്ഞില്ല. ജനസേവകൻ. ആ മുറി പോയിരുന്നു. കഥ കടച്ചിരുന്ന് ഉറങ്ങുകയാണ്. വെള്ളയച്ചനാ ഇതൊക്കെ ആ വിശ്വംബരണ്ടായി കൊടുത്തയച്ചാ പോരായിരുന്നോ? താൻ രാവിലെ മൂടോട്ടാണെന്ന് വിശ്വംബരം എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി തനിക്ക് എവിടുന്നോ ഒരു സാധനം വീണ് കിട്ടിയിട്ടുണ്ടെന്ന്. അതിലെ ഞാൻ തന്നെ വന്നത്. വാ. എന്നിട്ട് എവിടെ വരെ ആയി? കടലാസിലേക്ക് ആയി തുടങ്ങിയോ? ഇല്ല. ഇല്ലേ? ഒരു കഥാപാത്രം വന്ന് കയറിയിട്ടേ ഉള്ളൂ. ആണോ പെണ്ണോ? പെണ്ണാ. ഹീറോയിനാ? അപ്പൊ നമ്മുടെ വാസതിക്ക് ചെയ്യാമല്ലോ അല്ലേ? കഥ മുഴുവനാകുന്നതിന് മുമ്പാണോ ആർട്ടിസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്? മുഴുവനായില്ലേ? ഇല്ല. എന്നാ ആയിരത്തോളം പറ, കേട്ടുപോട്ടെ. അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാറായിട്ടൊന്നുമില്ല. എന്നാലും അതിന്റെ ഒരു തുടക്കം അതെങ്ങനെ വരും? ആ, ഒന്ന് പറയാശാനെ, അത്യാഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുക. ഒരു പെൺകുട്ടി. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായിരുന്നു അച്ഛനും അമ്മയും. അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരൻ, അമ്മ സൊസൈറ്റി ലേഡി. പെൺകുട്ടി കോളേജ് പഠിക്കുന്നു. കഥ എഴുതും, കവിത എഴുതും. കവിത എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാട്ടാവാമല്ലോ. എന്നിട്ട് ചുരുക്കി പറയാം, അച്ഛന്റെ ബിസിനസ് പൊളിയുന്നു, ദാരിദ്ര്യം. അമ്മ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. ആ ഷോക്കിൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു. ഒറ്റയ്ക്കായ പെൺകുട്ടി ഒരു ജോലി തേടി അലയുന്നു. ജോലി കൊടുക്കാൻ പലരും തയ്യാറാണ്, പക്ഷെ അവർക്കൊക്കെ പകരം വേണ്ട. മനസ്സിലായി. പെണ്ണുങ്ങളുടെ കണ്ണു നനയാനുള്ള സാധനമൊക്കെ ആയി. എന്നിട്ട് അവിടം വരെ ആയിട്ടുള്ളൂ. ഇവിടം വരെ ഓക്കെ, നമുക്ക് വേണ്ടല്ലോ, അതിനകത്തുണ്ട്. ബാക്കി നമുക്ക് വേറൊരു ലൈൻ ചിന്തിച്ചാലോ? എങ്ങനെ? അതായത് പ്രതികൂല സാഹചര്യങ്ങളുമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ
ഈ പെൺകുട്ടി ഒരു വേശ്യയായി മാറും. ആ അത് വേണ്ട. അതെന്താ? അവൾക്കൊരു വേശ്യയാവാൻ പറ്റില്ല. അത് നമ്മളല്ലേ തീരുമാനിക്കുന്നത്? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അത് ഇയാളെ ചൂടാന്ന് നമ്മുടെ സ്വന്തമൊന്നുമല്ലല്ലോ. അങ്ങനെ ഓരോ രാത്രിയും ഓരോ പുരുഷന്മാർ, ഓരോ സ്ഥലം. സുഖിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ഒടുവിൽ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ ഓ എന്ത് വന്നാലും സമൂഹ മനസാക്ഷിയുടെ നെഞ്ചത്താണല്ലോ. അല്ല ഷാനെ, ആ. സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ അവളൊരു ചോദ്യചിഹ്നമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഓഹോ, അപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ നിൽക്കുമായിരിക്കും. പോടോ. ഏതായാലും താൻ ഇത്ര ഒപ്പിച്ചല്ലോ. നമുക്കൊരു സ്മാൾ അടിച്ചിട്ട് ചാപ്പാട് കഴിക്കാം. വേണ്ട പിള്ളേച്ച, ചാപ്പാടി ഞാൻ പിന്നെ കഴിച്ചോളാം. ഈ മൂഡിലൊരു പിടിപിടിച്ച കുറെ ഇഞ്ഞ് പോരും. എന്നാ ഒരു കാര്യം ചെയ്യാം, തന്റെ പണി നടന്നോട്ടെ. ഞാൻ ഒരു സ്മാൾ ഫിറ്റ് ചെയ്തിട്ട് ആ മുറി കിടന്നു. ആ അത് വേണ്ട. ഇത് കളിയില്ല. അങ്ങനെയല്ല പിള്ളേച്ച, പിള്ളേച്ചൻ പോണം. നിന്നും അടങ്ങി മുമ്പെങ്കിലും ഇല്ലാത്തൊരു ശീലം. ഞാനിപ്പോ എന്താ വേണ്ട, പോണോ? ആ അതാ നല്ലത്. ശരി, തന്റെ ഇഷ്ടം. ഇത് വിടുന്നോട്ടെ. ഉം. അപ്പൊ ഞാൻ പോട്ടോ? ആ ആ വൈകിട്ട് വിശ്വംഭരനെ അയക്കാം. ആ ഓ, നീ പോര്. എന്റെ കഥയാണ് ഇപ്പോൾ നാടകമാക്കാൻ പോകുന്നത്. ഹേയ്, അത് ഞാൻ അയാളോട് വെറുതെ പറഞ്ഞതാ. വേറെ കഥയൊന്നും കിട്ടാത്തോണ്ട് കേട്ടൊരു കഥ പറഞ്ഞതേ ഉള്ളൂ. എഴുതിക്കോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. ബാക്കി കൂടി കേട്ടാൽ ചിലപ്പോ സാർ ഇക്കഥ തന്നെ എഴുതിയെന്ന് വരും. ബാക്കിയോടെ കേക്കട്ടെ. കടക്കാരെല്ലാവരും ചേർന്ന് വീട് ജപ്തി ചെയ്തു. ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. എന്നെയും എന്റെ സഹോദരനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൻ ഏതോ കൂട്ടുകാരുടെ കൂടെ താമസമാക്കി. എനിക്ക് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ താൽക്കാലികമായ ഒരു ജോലി കിട്ടി. അവിടെ നിന്ന് ശമ്പളമൊന്നും പറഞ്ഞ് വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടിയാലായി. കോളേജിനടുത്തുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അവിടെ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി, ഗീത. കുട്ടി, എനിക്ക് കുട്ടിയോട് പേഴ്സണലായിട്ട് വഴക്കൊന്നുമില്ല. സ്ഥിതിയൊക്കെ അറിയുകയും ചെയ്യാം. എല്ലാ മാസത്തിന്റെയും ഫസ്റ്റ് വീക്കിൽ തന്നെ റെന്റും മെസ് ബില്ലും തീർക്കണമെന്ന റൂള്. ഇന്ന് 15. അവരൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? കുട്ടി അതൊന്ന് പറഞ്ഞതാ. ആ, നാളെ 2-ൽ തീരുമാനിക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം. ഒരു വഴിയുമില്ല ഗീതേ. എവിടുന്നാ? ഈ വളയിൽ ഒരെണ്ണം വിൽക്കാം, അല്ലെങ്കിൽ പണയം വെക്കാം. ഗീതേ, തന്നെ കാണാൻ ഒരാള്. വാ. ഫോൺ വിളിച്ചാൽ തിരിച്ചു വിളിച്ചുകൂടി. 50 പൈസ ചുമ്മാ ഉണ്ടാവോ? അതെ അതെ, പെട്രോൾ എനിക്ക് ഓസി കിട്ടണല്ലേ. എന്റെ കസിനാണ്, അമ്മാവന്റെ മോൻ. കൂട്ടുകാരിയുടെ പേരെന്താ? വനിത. ഐ എം പ്രിയദർശൻ. ഹലോ. ഹലോ. പ്രിയനെ കണ്ടപ്പോൾ തന്നെ എന്തോ എനിക്ക് അയാളോടൊരു ഇഷ്ടം തോന്നി. പ്രിയൻ ഒരു പാട്ടുകാരനായിരുന്നു. ഹോട്ടൽ ബ്ലൂ മൂണിൽ എല്ലാ വൈകുന്നേരങ്ങളിലും അയാൾ പ്രോഗ്രാം നടത്തിയിരുന്നു. എനിക്ക് പാട്ടിൽ താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ അയാൾ എന്നെയും ക്ഷണിച്ചു. ഹലോ. ഹലോ, മുതലാളി ഉണ്ടല്ലോ, വരൂ. സർ. യെസ്. ഇതിനു മുമ്പ് എവിടെങ്കിലും പാടിയിട്ടുണ്ടോ? അല്ല ഹോട്ടലിലോ നാടകത്തിനോ ഗാനമേളയ്ക്കോ? ഇല്ല. അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊന്നും പാടിയിട്ടില്ലെന്നേ ഉള്ളൂ സാർ. കോളേജിലൊക്കെ ധാരാളം പാടിയിട്ടുണ്ട്. പിന്നെ കവിത എഴുതും. കവിതയോ? അതുകൊണ്ട് ഹോട്ടലിൽ എന്താ തങ്കപ്പ പ്രയോജനം? ഒരു പ്രയോജനമില്ല. കൊച്ചേ, ഇവിടുത്തെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചാല്, ഇവിടെ തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ വരുന്നവര് പാട്ട് കച്ചേരിയും ഗാനമേളയും ഒന്നും കേൾക്കാൻ വരുന്നവരല്ല. പിന്നെ നല്ല പാട്ടും കാണാൻ കൊള്ളാതെ പാടുകയൊക്കെ ചെയ്യുമ്പോ അവര് കണ്ടവനങ്ങ് തിന്നെയും കുടിക്കുകയും ചെയ്തോളൂ. അതെ, തനിക്ക് അത്ര വിശ്വാസമാണെങ്കിൽ നോക്ക്. പുതിയ പാട്ടെന്തെങ്കിലുമൊക്കെ പഠിപ്പിക്ക്, നോക്കാം.
ആ ശമ്പളത്തിന്റെ കാര്യം ഞാൻ 2 ദിവസം കഴിഞ്ഞേ പറയത്തുള്ളൂ കേട്ടോ കൊച്ചേ. താൻ പറയുന്നോണ്ട് ഞാൻ എടുക്കുക. താനല്ലേ ഇവിടുത്തെ സംഗീത സാമ്രാട്ട് അല്ലേ തങ്കപ്പ? അതെ അതെ. ആ ചെല്ലു ചെല്ലു. ആ ശരി. അയാൾ അങ്ങനെയാ, കലാബോധമില്ലാത്ത പരട്ട നഷ്ടാണി. വനിതയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. നീലക്കുറിഞ്ഞി നിവാവാ ഇളം താമര നറുമണമായി. നീലക്കുറിഞ്ഞി നിവാവാ ഇളം താമര നറുമണമായി. ഇതെന്ത് കവിതയാ? നീലക്കുറിഞ്ഞ് എങ്ങനെ താമരയുടെ നറുമണമായി വരുന്നത്? നറുമണമായി വരുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാ. പിന്നെ ഇവിടെ പാട്ട് കേൾക്കാൻ വരുന്നവർക്ക് കവിതയുടെ വല്ല ആവശ്യമുണ്ടോ? ആ വനിത കവിയൊക്കെ അല്ലേ, വേറെ വല്ല മനസ്സുണ്ടായാൽ ഈ മീറ്റിൽ അങ്ങ് തിരുത്തി എഴുതിക്കൂ, നമുക്ക് മാറ്റിപ്പാടാം. നീലക്കുറിഞ്ഞികൾ പൂത്തു, പുലർവേളകൾ പൂവിർത്തു. അങ്ങനെ ചേഞ്ച് ചെയ്യാം. ആ പിന്നെ അടുത്ത വരി, ആടിത്തളരാത്ത പൂവിൻ കാതിൽ ആരാരോ പാടുന്നു. നാം ഇന്നീ വേളയിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു. ആടിത്തളരത്ത പൂവിൻ കാതിലാരോ പാടുന്നു. നാം ഇന്നീ വേനലിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു. ആടിത്തളരത്ത പൂവിൻ കാതിലാരോ പാടുന്നു. നാം ഇന്നീ വേനലിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു. പകരും വീഞ്ഞു ഞാൻ നുകർന്നു ഇന്ന് നീലഞരമ്പുകളിൽ. നീ പകരും വീഞ്ഞു ഞാൻ നുകർന്നു ഇന്ന് നീലഞരമ്പുകളിൽ. ആടിത്തളരാത്ത പൂവിൻ കാതിലാരോ പാടുന്നു. നാം ഇന്നീ വേനലിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു. പുലർവേളകൾ പൂവിർത്തു. വേർപിരിയാം നമ്മൾ ഈ നിശയിൽ പിന്നെ വീണ്ടും ഈ പൂങ്കുടിലിൽ. വേർപിരിയാം നമ്മൾ ഈ നിശയിൽ പിന്നെ വീണ്ടും ഈ പൂങ്കുടിലിൽ. ആടിത്തളരാത്ത പൂവിൻ
കാതിലാരോ പാടുന്നു. നാം ഇന്നീ വേനലിൽ സ്നേഹത്തിൽ മുന്തിരി നീരിലായി ദാഹിക്കുന്നു. ആടിത്തളരാത്ത പൂവിൻ കാതിലാരോ പാടുന്നു. നാം ഇന്നീ വേനലിൽ സ്നേഹത്തിൽ മുന്തിരി നീരിലായി ദാഹിക്കുന്നു. നീലക്കുറിഞ്ഞികൾ പൂത്തു, പുലർവേളകൾ പൂവിറുത്തു. പാട്ട് നന്നായിരുന്നു. താങ്ക് യു. ഹലോ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. അയാൾക്ക് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോഹൻ ആരാ? എന്റെ ബ്രദറാ. ഹലോ. ആരടിയവൻ? എടാ സോറി ട്ടോ. എന്തായാലും നിനക്ക് പാതിരാത്രി ഒരു ഹോട്ടൽ ബിസിനസ് മണിക്കൂർ ഉണ്ടായാലും ബാക്കിയുള്ള ഇവിടെ കുത്തിക്കാൻ തുടങ്ങിയിട്ട്. ഒച്ച വെക്കാതടാ. നിനക്ക് അങ്ങോട്ട് വരായിരുന്നില്ലേ? ഓ, നിന്റെ സ്റ്റാർ ഹോട്ടൽ ഞങ്ങളെ കേട്ടില്ലല്ലോ. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ചില്ലറ വല്ലതും ഉണ്ടോ? ഒരു 200 രൂപ ഞാൻ. 200 രൂപയോ? എടാ ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ചയേ ഉള്ളൂ. ശമ്പളം കിട്ടിയില്ല. കിട്ടട്ടെ തരാം. ആ, എന്നാ അതുവരെ ഞാനിവിടെ താമസിക്കാം. നീ വയ്ക്കോ, ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ. പടി. മോഹൻ. പ്രിയൻ വേണ്ട. താങ്ക് യു കേട്ടോ. വേടാ പോ. വനിതേ, ഇത് കുറച്ച് അന്തസ്സും അഭിമാനമുള്ള ഒരു താമസിക്കുന്ന ഹോസ്റ്റലാണ്. എന്തായിരുന്നു അവിടെ ബഹളം? അനിയൻ. മണി ഇപ്പൊ എത്രയായി? 12. മാഡം എന്റെ നിങ്ങൾക്ക് ജോലിയുള്ള ഇവിടെ താമസിക്കണ്ട, മനസ്സിലായോ? പിറ്റേന്ന് മേറ്റന്റെ കാല് പിടിച്ച് മറ്റൊരു സ്ഥലം കിട്ടുന്നത് വരെ അവിടെ തുടരാൻ അനുവാദം വാങ്ങിച്ചു.